അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അമ്മാബാദ്. ക്രിപ്റ്റോ കറൻസിയുടെ സക്കാത്ത് എങ്ങനെയാണ് നൽകുക എന്നാണ് ചില ആളുകളുടെ സംശയം. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അതൊരു കറൻസിയാണോ അതല്ല അതൊരു കമോഡിറ്റിയാണോ എന്നത് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. ഇന്ന് ആധുനിക ലോകത്തെ പുതിയ ഒരു സംവിധാനമാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന, പ്രത്യക്ഷമായി നമ്മുടെ കൈകളിലൊക്കെ ഉള്ള നാണയമോ കറൻസിയോ പോലെ ഇല്ലാതെ അത് ഒരു ഡിജിറ്റലായിക്കൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിക്കൊണ്ട് പ്രത്യേകമായ ചില സംവിധാനത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു കമോഡിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്നതാണ് അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആധുനിക ലോകത്തിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിലയിരുത്തൽ. അതിനെ സംബന്ധിച്ചൊരു കറൻസി എന്നതിനേക്കാളുപരി അതൊരു വസ്തുവാണ് എന്നാണ്. ഏത് തന്നെ ആയാലും ശരി, ഇന്ന് അതൊരു സമ്പാദ്യത്തിൻ്റെ മാധ്യമമാണ്. ഒരാൾക്ക് തൻ്റെ സമ്പാദ്യം ഒരു ഡിജിറ്റൽ കറൻസിയായി അല്ലെങ്കിൽ ഡിജിറ്റൽ വസ്തുവായിക്കൊണ്ട് തന്നെ അയാൾക്കത് സമ്പാദ്യമാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നു. സാധാരണ പണം ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതിന് പല രാജ്യങ്ങളും അതിന് ഔദ്യോഗികത നൽകിയിട്ടുണ്ട്. വളരെ ചില രാജ്യങ്ങൾ അതിനെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇസ്ലാമികമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഏതൊരു വസ്തുവും അതിനെ ഒരു കറൻസിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിനിമയ മാധ്യമമായിക്കൊണ്ടോ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതേതായാലും അതിന് ഇസ്ലാമികമായും അംഗീകാരമുണ്ടാകും. അപ്പം അന്നലക്ക് ഈ ക്രിപ്റ്റോ കറൻസി, അതിലെ പ്രമുഖമായ ബിറ്റ്കോയിൻ, അതുപോലെ വേറെ ധാരാളം കോയിനുകളുണ്ട്. അതിനൊക്കെ അതിൻ്റേതായ മൂല്യവും അതിനെ ഒരു സമ്പാദ്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമാണ്, അല്ലെങ്കിൽ പാടില്ലാത്ത കാര്യമാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഇൻകാലത്ത് പ്രത്യേകിച്ചും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള പ്രത്യേകമായ എക്സ്ചേഞ്ചുകളുണ്ട്, അതിനെ ആ രീതിയിൽ വിനിമയം നടത്താനുള്ള ആധുനികമായ സംവിധാനങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരക്ക് ഒരാളുടെ സമ്പാദ്യം അയാൾ ഒരു ഡിജിറ്റൽ കറൻസി ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിക്കൊണ്ട് ആ സമ്പാദ്യം അയാൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടാവുന്ന ഒരു സംഗതി തന്നെയാണ്. അതിലൊരു തെറ്റായൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ അതിനൊക്കെ സക്കാത്ത് നൽകേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ ക്രിപ്റ്റോ കറൻസി, അത് ഏത് കറൻസിയാലും, ക്രിപ്റ്റോ കറൻസി ധാരാളം കറൻസികളുണ്ട്, ധാരാളം പേരിൽ അറിയപ്പെടുന്ന ക്രിപ്റ്റോ കറൻസികളുണ്ട്. അത് ഏതിലാണെങ്കിലും അതിനൊരു മൂല്യം നമുക്ക് കണക്കാക്കാൻ പറ്റും, നിർണ്ണയിക്കാൻ പറ്റും. എൻ്റെ കയ്യിലൊരു 10,000 അല്ലെങ്കിൽ 1000 ബിറ്റ്കോയിൻ ഉണ്ടെങ്കിൽ ആ ബിറ്റ്കോയിന് ഇത്രയാണ് ഇന്നത്തെ അതിൻ്റെ റേറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇത്ര ഡോളറിലാണ് സാധാരണ രീതിയിൽ അതിൻ്റെ റേറ്റ് കണക്കാക്കപ്പെടാറുള്ളത്. ഇപ്പോൾ ഇത്ര ഡോളറാണ് അതിൻ്റെ വില എന്ന് കണക്കാക്കാൻ പറ്റും. കാരണം അത്രയും ഡോളർ തൻ്റെ കൈവശമുണ്ട്, തൻ്റെ സമ്പാദ്യമായി ഉണ്ട് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അന്നലക്ക് ഈ ക്രിപ്റ്റോ സമ്പാദ്യം അതിന് സാധാരണ ഒരു കറൻസിയുടെ, സാധാരണ ഒരു വസ്തുവിൻ്റെ നാണയസമ്പത്തിൻ്റെ ഇനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിപ്റ്റോ കറൻസിക്ക് 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഓരോ വർഷവും തൻ്റെ കൈവശമുള്ള ക്രിപ്റ്റോ കറൻസി ഏതാണ്, ബിറ്റ്കോയിൻ ആണെന്നെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏത് കോയിനാണെങ്കിലും അതിന് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്തുണ്ട് എന്ന് കണക്കാക്കിയിട്ട് സക്കാത്ത് കണക്കാക്കുന്ന സന്ദർഭത്തിൽ ആ വർഷത്തിൽ അത് നോക്കിയിട്ട് അത് എത്രയുണ്ട്, എത്ര ഡോളറുണ്ട് എന്നുള്ളത് നോക്കി ആ ഡോളറിനെ നമ്മുടെ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ഇത്ര രൂപ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. സമ്പാദ്യങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല.
പണത്തിൻ്റെ സമ്പാദ്യം ഏത് സമ്പാദ്യമാണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമ്പാദ്യമാണോ എങ്കിൽ അതിന് നമ്മൾ 2.5% സക്കാത്ത് നൽകണം. അത് ബിറ്റ് കോയിൻ ആണെങ്കിലും ശരി, അതല്ലാത്ത സാധാരണ നമ്മളുടെ കൈവശമുണ്ടാകുന്ന ബാങ്കുകളിലൊക്കെയുള്ള ഡെപ്പോസിറ്റുകളാണെങ്കിലും ശരി, ഏത് ഡെപ്പോസിറ്റുകളാണെങ്കിലും അതിനൊക്കെ 2.5% സക്കാത്ത് നൽകേണ്ടതാണ്. അതിൽ പ്രത്യേകിച്ചൊരു വിവേചനം ആവശ്യമില്ല. വല്ലാഹു അലം.